ഹായ് ഹലോ, ഈ സ്ഥലം അറിയുന്നവരുണ്ടോ? ഇതാണ് പാണിയേലിപ്പോര്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ എല്ലാവരും ഇങ്ങോട്ട് പോരും കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരിയാർ നദിയുടെ തീരത്തുള്ള ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാട്ടോ ഇത്. പെരുമ്പാവൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 19 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ സ്പോട്ടിലെത്താൻ പറ്റും കേട്ടോ. ഞാൻ ഈ സ്ഥലത്ത് പോയിട്ട് എനിക്കുണ്ടായൊരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്ന നദിയും ഈ പാറക്കെട്ടുകളും അതിന് ചുറ്റുമുള്ള ഈ പച്ചപ്പൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു മൊഞ്ചെന്ന് പറയുന്നത്. നമ്മൾ ഏതാണ്ട് 1 കിലോമീറ്റർ നടന്നാട്ടോ ഇതിൻ്റെ മെയിൻ സ്പോട്ടിലെത്തുക. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറേ ഭാഗം ഇങ്ങനെ കല്ല് പതിപ്പിച്ച വഴിയാണ്, പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ മണൽ നിറഞ്ഞ വഴിയും, പിന്നെ കുറച്ച് ചെല്ലുമ്പം ചെറിയ പാറകളും ചെറിയ കല്ലുകളൊക്കെ നിറഞ്ഞ വഴി. പോകുന്ന വഴി നമുക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്, പിന്നെ ഒരു ചായക്കടയുണ്ട്, കട്ടൻ ചായ നല്ല അടിപൊളി പലഹാരം അവിടെ നിന്ന് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ ഗൈഡുമാരുണ്ട്. അങ്ങനെ ഹായ്, ഞാൻ എൻ്റെ നിഴൽ. പിന്നെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചെറു ജീവികളെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളും കണ്ടൊരു ജീവിയെ, എന്താണെന്നല്ലേ, കാട്ടുകോഴി. ഞങ്ങൾ ഏതാണ്ട് ഒരു നട്ടുച്ചയ്ക്കാണ് പോയത്. നട്ടുച്ചയ്ക്കാണ് പോയതെങ്കിൽ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല മരങ്ങളൊക്കെ ഉള്ളതാണ്, നല്ല തണലാട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചെന്നെത്തുന്ന മെയിൻ സ്പോട്ടിലും ഈ നദിയുടെ അക്കരെ ഇക്കരയൊക്കെ നിറയെ മരങ്ങൾ നിൽക്കുന്ന കാരണം നല്ല തണലാണ്. അപ്പോൾ ഒരു വെയിൽ കൊള്ളുന്ന പ്രശ്നം നമുക്ക് വരുന്നേ ഇല്ല. അതും ഒരു യാത്രയ്ക്കൊരു സുഖമാണ്, ഫുള്ള് തണൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതാ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഞങ്ങൾക്കുണ്ട് കാട്ടുകോഴി. എല്ലാവരും എന്തോ തപ്പിപ്പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് തളർന്നില്ലല്ലോ, പറഞ്ഞ് തളർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ മെയിൻ സ്പോട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ ഈ സീസണിൽ പോയത് കൊണ്ട് നമുക്ക് പുഴയിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റി, ആ പാറക്കെട്ടുകളിലൊക്കെ ഇരിക്കാൻ പറ്റി. ഞങ്ങൾ അവിടെയെല്ലാം കുറേ നേരം ഇരുന്നു കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലേക്ക് കളിച്ച് സൊറ പറഞ്ഞ് അങ്ങനെ അവിടെ കുറച്ച് നേരം സമയം ചിലവഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ കുളിക്കാനാട്ടോ. ഇവിടെ വന്ന് നമുക്ക് കുളിച്ച് സെറ്റാകാം കേട്ടോ. ഒരുപാട് ആൾക്കാർ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് മുകളിലോട്ട് നോക്കി നിൽക്കാൻ മനസ്സിലാകും, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങോട്ട് മുകളിലോട്ട് പോവാം കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം കേട്ടോ. അതുമല്ല, ഏത് പ്രായക്കാർക്കും ഇവിടെ വന്ന് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. ഒരിക്കൽ വിസിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും വരാൻ തോന്നും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. എനിക്കുണ്ടായ അനുഭവം കേട്ടോ പറഞ്ഞത്. അപ്പം ഈ സ്ഥലത്തിന് ഇതിന് മുമ്പ് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അനുഭവങ്ങൾ പറയണം. അപ്പം അതിലൂടെ കൂടുതൽ പേർക്ക് ഈ സ്ഥലത്തെ പറ്റി കുറച്ചും കൂടെ ഐഡിയ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇനി പുതിയതായിട്ട് ആൾക്കാരിവിടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയവർ അവരുടെ അഭിപ്രായം കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും